ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളെ കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ സീസൺ 7 കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ നടന്ന കലാപരിപാടികളും അതുപോലെ തന്നെ ഈ PR ആരോപണങ്ങളും ഉടനെ ഒന്നും കെട്ടടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അനുമോൾക്ക് നേരെ ഇത്രയേറെ PR ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതെന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ആലോചിക്കേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു? എനിക്ക് അറിയുന്ന ആൾക്കാരാണത്തുണ്ടായിട്ട് പോലും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അനുമോളെ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന കാര്യം കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്. സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വളരെ ഈസി ആയിട്ട് സംസാരിച്ച് പോകാൻ പറ്റും. അനുമോളുടെ PR ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളെ ഫൈനലാണ്. ഇനി 6 കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. ഒരാൾ ഇന്ന് മിഡ് വീക്ക് എവിക്ഷൻ്റെ ഭാഗമായിട്ട് എവിക്റ്റായി പോകുന്നുണ്ട്. അത് ആരാണെന്നുള്ളത് എപ്പിസോഡിന് ശേഷം നമുക്ക് സംസാരിക്കാം. ആരാണെന്നൊക്കെ ഉള്ളത് ഓൾമോസ്റ്റ് പല ചാനലുകളിലും പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയുന്നില്ല. എന്തുകൊണ്ടാണ് അനുമോൾക്ക് ഇത്രയേറെ PR ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത്? ഈ ബിഗ് ബോസിൽ ഈ സീസണിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പോയ ആൾക്കാർ പലരും എവിക്റ്റ് ആവേണ്ടവരായിരുന്നോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. പല പല കാരണങ്ങൾ കൊണ്ട് അവർ എവിക്റ്റായി പോയി. അവരുടെ സംസാരം, അവരുടെ പ്രവൃത്തികൾ, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് അവർ എവിക്റ്റായി പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ എവിക്റ്റായി പോയവർക്ക് ആർക്കും തന്നെ സൊസൈറ്റിയുമായിട്ട്, ജനങ്ങളുമായിട്ട് കണക്ട് ആവാൻ പറ്റിയിട്ടില്ല. അതിലങ്ങനെ പറ്റിയവർക്കെല്ലാം ഓരോ കാലയളവിലും കൂടുതൽ ദിവസങ്ങൾ നിൽക്കാനും പറ്റിയിട്ടുണ്ട്. ബിഗ് ബോസിൽ കോണ്ടന്റ് കൊടുത്താൽ മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ. ശരിയല്ലേ? ജനങ്ങൾക്കിടയിലേക്ക് എന്തെങ്കിലുമൊക്കെ എയർ ചെയ്യാനായിട്ട് അവർക്ക് കോണ്ടന്റ് ഉണ്ടാവണം. അത് കൊടുത്തവർ മാത്രമേ അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ആദ്യത്തെ ആഴ്ച ഒരു റിയാക്ഷനില്ലാതെ നിന്നൊരു വ്യക്തിയാണ് മുൻഷി രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ അദ്ദേഹം പുറത്തുപോയി. അതുപോലെ ഓരോ ആഴ്ചയും പുറത്തുപോയ വ്യക്തികളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഉൾപ്പെടെ പലരും ചോദിച്ച ഒരു ചോദ്യമാണ്. പല സ്ട്രോങ് കണ്ടസ്റ്റൻസും പുറത്തു പോകുന്ന സമയത്ത് എന്തുകൊണ്ട് സാബുമാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, പ്രത്യേകിച്ച് യാതൊരു കോണ്ടന്റും കൊടുക്കാതിരുന്ന സാബുമാൻ എങ്ങനെ അത്രയും നാളോടെ നിന്നു? ഓരോ എവിക്ഷൻ സമയത്തും സാബുമാൻ സേവ്ഡ് എന്ന് ലാലേട്ടൻ പറയുമ്പോൾ സാബുമാൻ്റെ മുഖത്ത് വരുന്നൊരു അത്ഭുതമുണ്ട്. അയ്യോ, ഞാൻ സേവ്ഡോ എന്ന രീതിയിൽ സാബുമാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, സാബുമാന് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് എപ്പോൾ മുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഹോട്ടൽ ടാസ്ക് വന്നപ്പോൾ സാബുമാൻ പ്രതിമ പോലെ എത്രയോ മണിക്കൂറുകൾ പുറത്ത് ഒരേ നില നിന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസം മുതലാണ് സാബുമാന് ഒരു ജനപ്രീതി ഉണ്ടായി തുടങ്ങിയത്. പിന്നെ സാബുമാൻ അവിടെ നിൽക്കാനുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ മറ്റു പലർക്കും പോകേണ്ടിയെന്ന വോട്ട് സാബുമാനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് സാബുമാൻ അവിടെ നിന്ന് പോയത്. ഇനി PR വിഷയം, അതെന്തുകൊണ്ട് അനുമോളുടെ തലയിൽ മാത്രം വരുന്നു? അനുമോൾ മാത്രമാണോ ഈ സീസണിൽ PR കൊടുത്തിട്ടുള്ളത്? നമ്മുടെ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിൻ്റെ PRനെ കുറിച്ച്. വോട്ട് വരെ മറിക്കുന്ന ലെവലുള്ള PR ആണ് അക്ബറിനുള്ളത്. അതിൻ്റെ വിത്ത് പ്രൂഫ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വോട്ട് മറിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് 3 ലെവലായിട്ട് വോട്ട് മറിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അക്ബറിന് PR ഇല്ലേ? അക്ബർ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് PR ഇല്ല. ലാലേട്ടനോട് ഇതേ അക്ബർ പറയുന്നുണ്ട്. ലാലേട്ടൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്ബറിന് PR ഉണ്ടോ? കുറച്ച് കൊണ്ട് ലാലേട്ടാ. പക്ഷെ അക്ബറിന്റെ PR ചെറിയ PR ഒന്നും അല്ല, കുറച്ച് PR-ഉം അല്ല. അക്ബറിന്റെ PR-ഉം പണിയെടുക്കുന്നത് നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടാണ്. അക്ബറിന്റെ ആൽബം റിലീസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ച് നിർത്തിക്കൊണ്ട ഒരു പ്രോഗ്രാം. അതുപോലെ തന്നെ അക്ബറിന്റെ പേരിൽ വരുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോസ്റ്റുകൾ, വീഡിയോകൾ, റീൽസുകൾ, ഷോർട്സുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം PR-ന്റെ ഭാഗമല്ലേ? ഈ PR എന്ന് പറയുന്നത് പെയ്ഡ് PR ഉണ്ട്, അൺപെയ്ഡ് PR ഉണ്ട്, രണ്ടും ഉണ്ട്. അടുത്തുള്ള എടുക്കുകയാണെങ്കിൽ ഷാനവാസിന് അത്യാവശ്യം PR ഒക്കെ ഷാനവാസും കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവിടെ നിലവിലുള്ളതിൽ PR ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നെവിൻ മാത്രമാണ്. ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കണ്ടസ്റ്റൻ്റാണ് നെവിൻ. കാരണം ആ അനുമോളുടെ ബെഡിലേക്ക് വെള്ളമെടുത്ത് ഒഴിച്ച് ആ ഒരു വീക്ക് ഒഴിച്ചാൽ നെവിൻ അവിടുത്തെ ഒരു ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറയും. എന്റർടൈൻമെന്റ് ഉണ്ട്, മൈൻഡ് ഗെയിം ഉണ്ട്, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് മാനിപ്പുലേഷൻ ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു BB മെറ്റീരിയൽ തന്നെയാണ് നെവിൻ. PR ഇല്ലാതെ 100 ദിവസം ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി നെവിനാണ്. ബാക്കി എല്ലാവർക്കും PR ഉണ്ട്. ഇനി PR കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല, അനുമോൾക്കും PR ഉണ്ട്. എന്തുകൊണ്ടാണ് അനുമോളുടെ PR വിഷയം മാത്രം, PR കൊടുത്തത് അനുമോൾ മാത്രമാണ് എന്ന ലെവലിലേക്ക് ആൾക്കാർ ചിത്രീകരിച്ചത്? അതൊരു PR-ന്റെ സ്ട്രാറ്റജി അല്ലേ? അനുമോൾക്ക് മാത്രമാണ് PR ഉള്ള ലെവലിലേക്ക് ആക്കിയത്, അനുമോളുടെ തലയിലേക്ക് കൊണ്ടുവച്ചത്. ഇനി അനുമോളുടെ ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ റീച്ച് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അനുമോളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് അനുമോൾ അനുക്കുട്ടി എന്നാണ്. 1.1 മില്യൺ ഫോളോവേഴ്സ് ആണ് അനുമോളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനുള്ളത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ സീസണിൽ വന്ന കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. ഇനി അനുമോളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അനുമോൾ അനുക്കുട്ടി തന്നെയാണ് അതിൻ്റെയും പേര്. 639K ഫോളോവേഴ്സ്, 639K ഫോളോവേഴ്സ് ആണ് ഫേസ്ബുക്ക് അക്കൗണ്ടിനുള്ളത്. ഇനി അനുമോളുടെ യൂട്യൂബ് അക്കൗണ്ട് 362K സബ്സ്ക്രൈബേഴ്സ്, 362K സബ്സ്ക്രൈബേഴ്സ് ആണ് അനുമോളുടെ യൂട്യൂബ് ചാനലിനുള്ളത്. അപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് അനുമോൾക്ക് നമ്മുടെ നാട്ടിലുള്ള ഫാൻ ബേസ് എന്ന് പറയുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ
ഇന്ന് ബിഗ് ബോസ് ഹൗസിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോൾ. അതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. പിന്നെ അനുമോൾ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഓരോന്ന് എണ്ണി പറയുകയാണെങ്കിൽ ആര്യൻ ജിസൽ വിഷയം, അപ്പാനി ബിൻസി വിഷയത്തിൽ അനുമോൾ അല്ല ശരിക്കും ആ ഹൗസിൽ അത് പറഞ്ഞു പടർത്തിയത് ശൈത്യയാണ്. പക്ഷേ അനുമോൾ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത്, ആ സമയത്ത് ഇവരുടെ കൂട്ടത്തിൽ അനുമോൾ ഉണ്ടായിരുന്നു. അനുമോൾ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത്, ബിൻസി എവിക്റ്റായി പോയതിനു ശേഷം അപ്പാനിയുമായിട്ടൊരു സ്ട്രഗിൾ ഉണ്ടായ സമയത്ത് അനുമോൾ ഈ കാര്യം വിളിച്ചു പറഞ്ഞു. നീ കാരണം ഒരു പെൺകുട്ടി ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടി വന്നില്ലേ, നീ കാരണം ഒരു പെൺകുട്ടി ഇവിടുന്ന് എവിക്റ്റായി പോയില്ലേ എന്ന് വിളിച്ചു പറഞ്ഞത് അത് അനുമോളുടെ മിസ്റ്റേക്ക് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുമോളുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കുകൾ തന്നെയാണ്. പിന്നെ കിച്ചണിലെ ഫൈറ്റൊക്കെ എല്ലാ ബിഗ് ബോസ് ഷോയിലുള്ളതാണ്. കഴിഞ്ഞ ഷോയിൽ ഒരിടത്താണെങ്കിൽ ഈ ഷോയിൽ ഇപ്പൊ കിച്ചണിലായി പോയി, അത്രേ ഉള്ളൂ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അല്ലാണ്ട് അനുമോൾ ആയതുകൊണ്ട് അവിടെ കിച്ചൺ ഫൈറ്റ് ഉണ്ടായി എന്ന് മാത്രം പറയാൻ പറ്റില്ല. അവിടെ ഫൈറ്റ് ഉണ്ടാവണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ച ഫൈറ്റ് ഉണ്ടാവില്ലല്ലോ, മറ്റുള്ളവരും അത് ഏറ്റുപിടിക്കുമ്പോഴല്ലേ ഫൈറ്റ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നലത്തെ ലൈവിൽ കണ്ടൊരു കാഴ്ചയാണ്. ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ അനുമോൾ ക്യാപ്റ്റൻ ആയിട്ടില്ല, ഈ സീസണിൽ അനുമോൾ ക്യാപ്റ്റൻ ആയിട്ടില്ല. അപ്പോൾ അനുമോൾക്ക് ക്യാപ്റ്റൻസി കൊടുക്കാമായിരുന്നു, ഈ ആഴ്ചയെങ്കിലും ക്യാപ്റ്റൻസി കൊടുക്കാമായിരുന്നു പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞു, കണ്ടല്ലേ നൂറ പോലും ക്യാപ്റ്റൻ ആയി എന്ന് പറഞ്ഞു. നിസ്സാരൊരു കാര്യമാണ്, നിങ്ങൾ ഓർക്കണം, നിസ്സാരമായിട്ടൊരു കാര്യമാണ്. ഉടനെ അതിന് അക്ബർ കയറി പറയുവാണ് നൂറ പോലും, അതെന്താ പോലും നൂറയ്ക്ക് എന്താ ഡിസേർവ്ഡ് അല്ലേ നൂറ, ക്യാപ്റ്റൻസിക്ക് ഡിസേർവ്ഡ് അല്ലേ നൂറ എന്ന ലെവലിൽ അവിടെ ഉണ്ടാക്കുകയാണ്, വളച്ചൊടിച്ച്. നോർമലി സംസാരിച്ചൊരു വിഷയത്തെ നൂറ കണ്ടില്ലേ, നൂറ പോലും ക്യാപ്റ്റനായി അല്ലെങ്കിൽ സാബുമാൻ പോലും ക്യാപ്റ്റനായി എന്ന് പറയുന്ന പോലെ നൂറ പോലും ക്യാപ്റ്റനായി എന്ന് പറഞ്ഞു, അങ്ങ് വിട്ടു. ആ വിഷയം അവിടെ തീരേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ അതൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ വേണ്ടി അക്ബർ നൂറയെ വിളിച്ച് പറയുവാണ്. കണ്ടില്ലേ, അനുമോൾ പറയുന്നത് കേട്ടില്ലേ, ഓൾറെഡി അനുമോളും നൂറയും തമ്മിൽ ഈ പറയുന്ന സ്വരച്ചേർച്ച ഇല്ലായ്മ നിൽക്കുകയാണ്. ആ സമയത്താണ് കണ്ടില്ലേ നൂറയെ വിളിച്ച് പറയുവാണ്, കണ്ടില്ലേ അനുമോൾ പറഞ്ഞു കേട്ടില്ലേ നൂറ പോലും ക്യാപ്റ്റനായി എന്നാ പറഞ്ഞു തന്നു. ഇങ്ങനെയുള്ള റീസൺസ് ആണ് അവിടെ ഉണ്ടാവുന്ന ഫൈറ്റുകൾക്ക് മൂല കാരണം എന്ന് പറയുന്നത്. അത് കിച്ചണിൽ നിന്ന് സംസാരിക്കുമ്പോൾ കിച്ചണിൽ ഫൈറ്റ് ആയിട്ട് മാറും, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു? ഇവരുടെ എല്ലാം വിചാരം ഈ എവിക്റ്റായി പോയ ആൾക്കാരെ തിരിച്ച് കയറിയതിനു ശേഷമാണ്. ശരിക്കും ഇന്നത്തെ ലൈവ് കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം ശാന്തമായിട്ടാണ് ബിഗ് ബോസ് ഹൗസ് പോകുന്നതെന്ന്. ഒരു പ്രശ്നമില്ല ആരും തമ്മിൽ, കാരണം നാളെ ഒരു ദിവസമേ ഉള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് ശരിക്കും തീ ചൂള പോലെയായിരുന്നു ബിഗ് ബോസ് ഹൗസ്, അതല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഒരേ ഒരാൾ മാത്രം. പലരും എന്നോട് ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത്ര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നു. എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനുമോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നതും കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ എനിക്ക് അറിയുന്നവരെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. എന്തെങ്കിലും മോശം ചെയ്താൽ എടുത്തു പറയുന്നതല്ലാതെ അവരുടെ നല്ല വശങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടേ ഇല്ല. കാരണം അതൊരു ഫേവറേഴ്സുമായിട്ട് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ഈ ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച എന്ന് പറയുന്നത് അനുമോൾ അവിടെ അനുഭവിച്ച മെൻ്റൽ ഹരാസ്മെൻറ്റ് പല രീതിയിൽ. പലരും പറയും അത് മുൻപ് ചെയ്തു വെച്ചതിൻ്റെ ഫലമല്ലേ. ഞാൻ ചോദിച്ചോട്ടെ, അപ്പാനി ബിൻസി വിഷയം ആ ഹൗസിൽ നിന്ന് അപ്പാനി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അനുമോൾ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതല്ലേ. അപ്പം അത് അവിടെ കഴിഞ്ഞ വിഷയമാണ്. ആ വിഷയത്തെ റീ എൻട്രി സമയത്ത് ഹൗസിൽ കൊണ്ട് എറിഞ്ഞതാരാണ്? അത് വീണ്ടും കുത്തിപ്പൊക്കിയതാരാണ്? ഒരിക്കൽ കഴിഞ്ഞു പോയി, അവരെല്ലാം ഹൗസിൽ നിന്ന് വിട്ടുപോയി. ആ വിഷയത്തെ വീണ്ടും വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാരാണ്? എല്ലാവരും മറന്നിരുന്ന വിഷയമല്ലേ. വെളുപ്പിക്കാൻ ശ്രമിച്ചെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ എന്തുമാത്രം ആരോപണങ്ങളുണ്ടായി. യഥാർത്ഥ പ്രതി ഉൾപ്പെടെ അനുമോളെ ക്രൂശിച്ചപ്പോൾ അല്ലെങ്കിൽ ക്രൂശിക്കാൻ വേണ്ടി കൂടെ നിന്നപ്പോൾ അപ്പാനിക്കൊരു വാക്ക് പറയാം ബിൻസിയോട്, ബിൻസി ആ വിഷയം എടുക്കേണ്ട, അത് കഴിഞ്ഞ കാര്യമാണ്. കാരണം അപ്പാനിക്കൊരു ഫാമിലി ഉള്ളതാണ്. അപ്പാനി അത് പറഞ്ഞില്ല. എന്നിട്ട് അപ്പാനിയുടെ ഡബിൾ സ്റ്റാൻഡ് കളിച്ചു. എന്താ ചെയ്തേ? അനുമോളുടെ അടുത്ത് വന്നിട്ട് പ്ലീസ് ചെയ്തും ഇതിനി ഒരു സംസാരമാക്കലെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ബിൻസിയുടെ അടുത്ത് മാസ് കളിക്കാൻ നിന്നു. ഇപ്പം ഇവിടെ എന്തുകൊണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോളുടെ ഫാൻ ബേസ് തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായി അനുമോൾ കപ്പടിക്കും. അപ്പോൾ ആ കപ്പടിക്കുവാണെങ്കിൽ അത് PR-ന്റെ ബേസിൽ ഉണ്ടായ കപ്പാണ്, PR വഴി ഉണ്ടായ കപ്പാണ് എന്ന് വരുത്തി തീർത്താൽ, ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ടല്ല ഞങ്ങൾ എവിക്റ്റായി പോയത് എന്ന് വരുത്തി തീർക്കാൻ ഇവർക്ക് കഴിയും. അത് എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചു. സരിക, ഷാരിക, ബിൻസി, അപ്പാനി 4 പേരും ഒരുമിച്ചാണ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. അവിടെ വെച്ച് തന്നെ അപ്പാനി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് മീഡിയയുടെ മുന്നിൽ. നിങ്ങൾക്ക് ആ വീഡിയോസ് ആ ബൈറ്റ് കിടന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഞങ്ങൾ ഹൗസിൽ പോകുന്ന ഹൗസ് കത്തിക്കാൻ വേണ്ടിയാണ്. ശരിക്കും എവിക്റ്റായി പോയ ആൾക്കാർ തിരിച്ചു കയറുന്നത് ആ ഒരാഴ്ച കൊണ്ട് അവിടെ നിലവിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ മൈൻഡ് കൂളാക്കാനും അവരെ ഒന്ന് ചെറിഷ് ചെയ്യാനും ഇവരുടെ എന്താ പറയുക ഇവർക്കൊന്ന് സന്തോഷിക്കാനും ഒരു ഗെറ്റ് ടുഗദർ പോലെ വർഷങ്ങൾക്ക് ശേഷം കോളേജിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ അവിടെ ആരും അത് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ അതേ ആരും തന്നെ പലപ്പോഴും അനുമോളെ കുത്തി സംസാരിക്കേണ്ടായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഈ റീയൂണിയൻ പോലെ ചെയ്യേണ്ട ഒരു കാര്യത്തെ ഇവർ അവിടെ പോയിട്ട് കുളം തോണ്ടി ശൈത്യ സ്വയം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് അവസാനം പോയതിനേക്കാളും അപ്പുറം കറുത്തിട്ടാണ് തിരിച്ചിറങ്ങി വന്നിട്ടുള്ളത്. ബിൻസി അതുപോലെ അവിടെ പോയതിൽ ഉപയോഗം ഉണ്ടായ ഒരൊറ്റ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് മസ്താനിയാണ്. കാരണം മസ്താനി ഹൗസിൽ നിന്ന് എവിക്റ്റായി ഇറങ്ങുന്ന സമയത്ത് ഇജാതി ഹെയ്റ്റ് ഉണ്ടായ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടായിട്ടില്ല.
അതേ മസ്താനി ഈ പ്രാവശ്യം പോയിട്ട് ഒരു 99% പോസിറ്റിവിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് തിരിച്ചിറങ്ങി വന്നിട്ടുള്ളത്. അവിടെ പോയി അധികം സംസാരിച്ചില്ല. ആകെ സംസാരിച്ചത് ബിൻസിയോടാണ്. ചാസിന്റെ ഹോട്ടലിലെ നീ എവിക്റ്റായി പോയെന്ന വാക്ക് പറഞ്ഞു. അത് തെറ്റാണെന്ന് മസ്താനിക്ക് മനസ്സിലായപ്പോൾ മസ്താനി എന്ത് ചെയ്തു? സിബിട്ടു. പിന്നെ മിണ്ടിയിട്ടില്ല. പക്ഷെ ബിൻസി അവിടെ നിർത്തിയില്ല. ബിൻസി പുറകെ നടന്ന് മസ്താനിയുടെ വീട്ടുകാരെ വരെ പറഞ്ഞു, നല്ല തന്തയ്ക്ക് ജനിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തല്ലി വളർത്താത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള വാക്കുകൾ ബിൻസിയോട് ഉപയോഗിച്ചതിന്റെ പേരിലാണ് മസ്താനിക്ക് ആ ഒരു നാവുപിഴ പോലും പോസിറ്റീവായിട്ട് മാറിയത്. ആ ഒരു റീഎൻട്രി കൊണ്ട് ഉപയോഗം ഉണ്ടായത് മസ്താനിക്ക് മാത്രമാണ്. പക്ഷെ അവിടെ കറക്റ്റ് അവരെ ചെറിഷ് ചെയ്തത്, അവിടെ ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വ്യക്തികൾ എന്ന് പറയുന്നത് 1 ലക്ഷ്മി, 2 ഒനീൽ, 3 അഭിലാഷ്, 4 ജിഷിൻ, 5 പ്രവീൺ, 6 രേണുസുതി. 6 പേരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് രേണുസുതിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ ഒരുപാട് വിമർശിച്ച വ്യക്തിയാണ് രേണുസുതി. ബിഗ് ബോസ് ഹൗസിനകത്തുള്ള സമയത്തും അവരെ പുറത്തേക്ക് ആക്കിയ സമയത്തും ഒക്കെ നമ്മൾ ഒരുപാട് അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റീഎൻട്രി ശരിക്കും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത വ്യക്തികളിൽ ഒരാൾ രേണുസുതി തന്നെയാണ്. നമ്മൾ നല്ലതെന്ന് പറയണം. അവിടെ പോയിട്ട് ആരോടും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോയിട്ടില്ല. അവരുടെ കാര്യം ചെയ്തു, അവരതുപോലെ തിരിച്ചു വന്നു. അല്ലാണ്ട് ഒരു പ്രശ്നവും ആരുമായിട്ട് ഉണ്ടാക്കിയില്ല. വളരെ മാന്യമായിട്ട് പോയിട്ട് തിരിച്ചു വന്നൊരു വ്യക്തിയാണ് രേണുസുതി. ലക്ഷ്മി, ആരൊക്കെ ഡൗൺ ആയിട്ടിരുന്നു അവരുടെ എല്ലാം അടുത്ത് പോയിട്ട് ലക്ഷ്മി അവരെ മോട്ടിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടിയിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് ലക്ഷ്മി. ജിഷൻ അതുപോലെ അവിടെ ഡൗൺ ആയിട്ടിരുന്ന ആൾക്കാരെ കേൾക്കാനും അവരോട് സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തി, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായ വ്യക്തിയാണ്. അഭിലാഷും ഒനീലും ഒക്കെ അതുപോലെ തന്നെയാണ് ചെയ്തത്. ബിഗ് ബോസ് ഹൗസിൽ PR ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. PR ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ PR ഉണ്ടെന്നും പറഞ്ഞ് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവിടെ കോണ്ടന്റ് കൊടുക്കണം. കോണ്ടന്റ് കൊടുത്തവർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ സീസണിൽ ജിൻഡോ എങ്ങനെയാണ് വിന്നറായത്? PR ഉള്ളതുകൊണ്ട് മാത്രമാണോ? ജിൻഡോ കോണ്ടന്റ് കൊടുത്തു. അങ്ങനെ ഓരോ സീസണിലും കോണ്ടന്റ് കൊടുത്തവർ മാത്രമേ അവിടെ പിടിച്ചു നിന്നുള്ളത്. PR ഉണ്ടെന്ന് പറഞ്ഞ് മാത്രം സക്സസ് ആവണമെന്നില്ല. എന്നാൽ PR കൂടി വേണം. അതായത് ഒരു ഒന്നിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ കോണ്ടന്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനെ പുറത്തേക്ക് എല്ലാ ആൾക്കാരും ബിഗ് ബോസിന്റെ ഷോ കാണുന്ന ആൾക്കാരൊന്നുമല്ല, എല്ലാ ആൾക്കാരും ലൈവ് കാണുന്ന ആൾക്കാരൊന്നുമല്ല. ഞാൻ പോലും ഈ ഒരു സീസൺ ആയപ്പോഴാണ് ലൈവ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സമയം കണ്ടെത്തുന്നത്, ഇതുപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടി. അതല്ലെങ്കിൽ ഞാൻ ലൈവ് കാണാതിരിക്കാറില്ല, എപ്പിസോഡ് മാത്രമേ കാണുള്ളൂ. പിന്നെ എപ്പിസോഡ് കാണുമ്പോൾ ഈ 24 hours കാണിക്കുന്നതിന്റെ പകുതി പോലും എപ്പിസോഡിൽ ഉണ്ടാവത്തില്ല. പലതും കട്ട് ചെയ്ത് നമുക്ക് വാലും തുമ്പൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് ലൈവൊക്കെ കാണുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ PR ഉണ്ടെന്ന് പറഞ്ഞ് വിജയിക്കത്തില്ല. എന്നാൽ വിജയിക്കാൻ ഒരു പുഷിന് വേണ്ടി PRന്റെ ആവശ്യവുമുണ്ട്. ഇവിടെ ഇയാൾ മാത്രമാണ് PR കൊടുത്തത് എന്ന് പറയുന്നതിനോടാണ് പലരും വിയോജിപ്പ് കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയത്, അക്ബർ മിറർ ടാസ്കിൽ മിററിന്റെ മുന്നിൽ പോയി നിന്നിട്ട് അക്ബറിനെ തോൽപ്പിക്കാൻ വേണ്ടി, അക്ബറിനെ കരിവാരത്തേക്കാൻ വേണ്ടി PR കൊടുത്ത ആളിനോട് പറഞ്ഞേൽപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെ അക്ബറിന് ഫേവറിസം കിട്ടുന്നുണ്ട്, അക്ബറിനെ വെളുപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് PRനെ പറഞ്ഞറിയിക്കണമെന്ന് അനുമോൾ ആദിലോട് ഒരു എവിക്ഷൻ സമയത്ത് എഴുതി കൊടുത്തു, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് PRന്റെ നമ്പർ കൊടുത്തു എന്ന് അക്ബർ മിറർ ടാസ്കിൽ മിററിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞ അക്ബർ പുറത്തിറങ്ങി വന്നിട്ട് ഒനിലിനോട് പറയാണ്, എന്നോട് ഇന്നലെ ആദില പറഞ്ഞിട്ടുണ്ടായിരുന്നു PRന്റെ നമ്പർ അല്ല, അത് ചേച്ചിയുടെ നമ്പർ ആണെന്ന് പറഞ്ഞു. പക്ഷെ മാറ്ററൊക്കെ കറക്റ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഇന്ന് രാവിലത്തെ ലൈവിൽ പോലും അക്ബർ നൂറയോട് ഈ ഏഷ്യനെ കൂട്ടാണ്. അവസാനിക്കാറായി, ഗെയിം കഴിഞ്ഞു, പിന്നെയും അവിടെ ഏഷ്യനയ്ക്ക് യാതൊരു കുറവുമില്ല. എനിവേ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാം, നിങ്ങളുടെ താല്പര്യമാണ്. ആരാണോ അവിടെ നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ട് തോന്നുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. അല്ലാണ്ട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന ആളെ ജയിപ്പിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം അനുമോൾ കപ്പെടുക്കണം എന്നാണ്. കാരണം ഒരു കൂട്ടം ചെന്നായ്ക്കൾ ആ കുട്ടി ആക്രമിച്ചപ്പോഴും ആ കുട്ടി അവിടെ പിടിച്ചു നിന്നു. അതുകൊണ്ട് മാത്രം, അതൊറ്റ കാരണം കൊണ്ട് മാത്രം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഒരു നാട്ടുമ്പുറത്തുകാരി, അങ്ങനെ ഒരാൾക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് അനുമോൾ. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ ഹൗസിൽ സർവൈവ് ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക്, അതായത് ഇത്രയും ടോർച്ചറിങ്ങും മെന്റൽ ഹരാസ്മെന്റും ഒക്കെ ഉണ്ടായിട്ടും സർവൈവ് ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് അനുമോൾ കപ്പടിക്കണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.